കാർഷിക വൃത്തിക്കായി ജീവിതം മാറ്റിവെച്ച കോഴിക്കോട് എളേറ്റിൽ സ്വദേശി മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ ഇപ്പോൾ മധുരനാരങ്ങയുടെ വിളവെടുപ്പാണ്. വർഷങ്ങളായി ഇവിടെ മധുരനാരങ്ങ വിളയുന്നുണ്ടെങ്കിലും ഇത്തവണ മരം നിറയെ നാരങ്ങയാണ്. വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വിളയിക്കുന്ന മുഹമ്മദ് തേനീച്ച വളർത്തലിലും സമയം കണ്ടെത്തുന്നുണ്ട്. കോഴിക്കോട് എളേറ്റിലെ മുഹമ്മദിന്റെ വീട്ടുവളപ്പ് കൃഷിഫലങ്ങളാൽ സമൃദ്ധമാണ്. വയനാട്ടിൽ 2 ഏക്കറിൽ കാപ്പി കൃഷി ചെയ്യുന്ന മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മധുരനാരങ്ങ മരം ഈ വർഷം നന്നായി കായ്ച്ചു. നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇത് വർഷങ്ങളോളായിട്ടുള്ള ഒരു മരമാണ് എൻ്റെ വീട്ടിൽ. ഞാനൊക്കെ ചെറിയ കാലത്തുള്ളതായിരുന്നു. പക്ഷേ വ്യാപകമായിട്ട് കായ ഉണ്ടായാൽ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമാണ്. ഇതിപ്പം നല്ല മധുരമുള്ള നല്ല ഈ ഒരു ജാതി കൊടക്ക് നാരങ്ങാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ നല്ലോണം പഴുത്ത് വരും. കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമാണ് കൂടുതൽ കായുണ്ട്. മറ്റെല്ലാ കൊല്ലവും 4, 5, 10 കായ ഉണ്ടാകുമായിരുന്നു. അത് വീണ്ടും നേരം നമ്മൾ എടുക്കലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും നല്ല മേനി ഉണ്ടായിട്ടുണ്ട്. വീടിന് ചുറ്റും തേനീച്ചകളെയും ചെറുതേനീച്ചകളെയും വളർത്തുന്നുണ്ട്. റബ്ബറിൻ്റെ ഇല തൊയ്യുന്ന സമയമായി കഴിഞ്ഞാൽ ജനുവരി ലാസ്റ്റോടുകൂടി എസ്റ്റേറ്റിലേക്ക് മാറ്റും. എസ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ തേൻ കിട്ടുന്നത്. ഒരു കട്ടിപ്പാറ, പിന്നെ അതുപോലത്തെ പല എസ്റ്റേറ്റ് ഏരിയകളിലും റബ്ബർ തോട്ടങ്ങളുള്ള ഏരിയയിലേക്കാണ് നമ്മളിത് കൊണ്ടുപോകാറ്. അത്യാവശ്യം നല്ലൊരു തേന് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടലുണ്ട്. എൻ്റെ വീട്ടിൽ തേന് ചോദിച്ചിട്ട് വരാത്ത ദിവസങ്ങളില്ല. ജാതിക്ക, ബട്ടർ, റംബൂട്ടാൻ തുടങ്ങിയവയെല്ലാം ഈ വീട്ടുവളപ്പിലുണ്ട്. വീടിനുള്ളിലേക്ക് കയറിയാൽ പുരാവസ്തുക്കളുടെ ഒരു വൻ ശേഖരമാണ്. 2 മുറികൾ നിറയെ പുതിയ തലമുറക്ക് അന്യമായ കാഴ്ചകൾ. കാർഷിക വൃത്തി കൂടാതെ റെഡ് ക്രോസ് പോലുള്ള സന്നദ്ധ സംഘടനകളിൽ അംഗമായ മുഹമ്മദ് ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും ഓടിയെത്താറുമുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.